റഷ്യയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ വമ്പൻ നികുതി ചുമത്താനുള്ള നീക്കവുമായി US. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തടയാൻ ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് 500% നികുതി ചുമത്താനുള്ള നീക്കമാണ് നടക്കുന്നത്. US സെനറ്റിൽ ഇതിനുള്ള ബില്ല് കൊണ്ടുവരുമെന്നാണ് സൂചന. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, ട്രംപിന്റെ പുതിയ നീക്കങ്ങൾ ഏതൊക്കെ തരത്തിലാണ്? ഈ ചുങ്കക്കയറിൽ വരിഞ്ഞു മുറുക്കുകയാണോ ഇന്ത്യയും ചൈനയും? അതാണോ ലക്ഷ്യം വെക്കുന്നത്? ആര്യ, ഈ വ്യാപാര യുദ്ധം അത് ഒരു ഘട്ടത്തിൽ അവസാനിപ്പിച്ചു എന്ന് കരുതിയതാണ്. പക്ഷേ അത് വീണ്ടും ഉടലെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സൂചനയിലൂടെ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നുള്ള ഈ സെനറ്റ് മെമ്പേഴ്സ് നൽകുന്ന വിവരങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര കരാർ സംബന്ധിച്ച് അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചനകൾ വരുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് US കടക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. അതായത് റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻഡ്സേ ഗ്രഹാം, ഒപ്പം തന്നെ ഡെമോക്രാറ്റ് സെനറ്റർ റിച്ചാർഡ് ബ്രൂമെന്തർ എന്നിവർ ചേർന്നാണ് ഇത്തരത്തിലൊരു ബില്ല് US സെനറ്റിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അതായത് യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്തിരിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ്. അതായത് റഷ്യയിൽ നിന്ന് ഇന്ത്യ 60% എണ്ണ വാങ്ങിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. അത് തടയാനായാൽ ഒരുപക്ഷേ യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്തിരിയാൻ അത് ഒരു വഴിവെക്കും. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം US-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ 500%, അതായത് 500% നികുതി പല കാര്യങ്ങളിലും ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു നീക്കം, അത്തരത്തിലൊരു ബില്ല് പാസ്സാക്കിയെടുക്കാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ US സെനറ്റ് തീരുമാനിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു ബില്ല് ഉടൻ തന്നെ, അതായത് അടുത്ത മാസം ചേരുന്ന സെനറ്റ് യോഗത്തിൽ ഈ ബില്ല് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. അതായത് ബില്ല് നിയമമായാൽ ഇന്ത്യയുടെ ഫാർമ, ടെക്സ്റ്റൈൽ, IT മേഖലയെ അത് വലിയ സാരമായി ബാധിക്കുകയും ചെയ്യും. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ. അതായത് നമുക്കറിയാം, 2022 യുക്രൈൻ റഷ്യയിലേക്ക് അധിനിവേശം നടത്തി യുദ്ധം ആരംഭിച്ചതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ എണ്ണ ഇന്ത്യ വാങ്ങിക്കുകയും ചെയ്ത് അത്തരത്തിൽ അതിൻ്റെ ഒരു ശതമാനക്കണക്ക് കൂട്ടുകയും ചെയ്തു. ആദ്യം 40% ക്രൂഡ് ഓയിലായിരുന്നു റഷ്യയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്നതെങ്കിൽ അത് പിന്നീട് 60 മുതൽ 70% ഇന്ത്യ ഉയർത്തുകയും ചെയ്തു. പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ ഇതിൽ വിമർശനമായി രംഗത്ത് വരുന്നൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തടയിട്ടുകൊണ്ട്, അല്ലെങ്കിൽ അതൊന്നും തന്നെ കണ്ടില്ല എന്ന രീതിയിൽ ഇന്ത്യ എടുത്ത തീരുമാനവുമായി മുന്നോട്ട് പോകുന്ന കാര്യങ്ങളായിരുന്നു കാണാൻ സാധിക്കുകയും ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് മാത്രമല്ല ചൈനയ്ക്കെതിരെയും ഇതേ രീതിയിലുള്ള വ്യാപാര യുദ്ധം നടത്താനുള്ളൊരു നീക്കമാണ് US-ന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. പക്ഷേ ഇന്ത്യയുമായി ഈ വ്യാപാര കരാർ ഏർപ്പെടാൻ നടക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ ചൈനയുമായി ഇത്തരത്തിലുള്ള വ്യാപാര കരാർ ഏർപ്പെട്ട് കഴിഞ്ഞു US എന്നുള്ളതാണ്. എന്നിട്ടാണ് ഇത്രയും വലിയൊരു ചുങ്കം ചുമത്താനുള്ളൊരു നീക്കം US-ന്റെ ഭാഗത്തുനിന്ന് വരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ തീരുമാനത്തിൽ എന്ത് നടപടിയായിരിക്കും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തീരുമാനിക്കാൻ പോകുന്നത്? തുടർ ചർച്ചകൾ, അതായത് ഇന്ത്യയും US-ഉം തമ്മിലുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകളിൽ ഈ വിഷയം എങ്ങനെ ചർച്ചയാകും, അതിലെന്ത് നിലപാട് ഇന്ത്യ സ്വീകരിക്കുമെന്നുള്ളതാണ്. എന്തായാലും ഓഗസ്റ്റിൽ നടക്കാൻ പോകുന്ന ഈ സെനറ്റിലാണ് ഈ ബില്ല് കൊണ്ടുവരുന്നതുമായുള്ള ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നത്. റിപ്പബ്ലിക് പാർട്ടി മെമ്പറും ഒപ്പം തന്നെ ഡെമോക്രാറ്റിക് പാർട്ടി മെമ്പറും ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ബില്ല് കൊണ്ടുവരുന്നത്. അതിൽ ട്രംപിന്റെ പിന്തുണയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ അമേരിക്കയുടെ നിലപാട് ഇനി മറിച്ചാകുമോ, അല്ലെങ്കിൽ ഇന്ത്യ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും, അത് ഇന്ത്യ US വ്യാപാര കരാറിനെ ഏത് തരത്തിൽ ബാധിക്കുമെന്നൊക്കെയാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. ആര്യ, തീർച്ചയായും MG മിഥുനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.